നമസ്കാരം, സഹ്യ ന്യൂസിലേക്ക് സ്വാഗതം. പുലർച്ചെ 4 മുതൽ ഉച്ചയ്ക്ക് 12:30 വരെ 334 വിവാഹങ്ങൾ. കല്യാണമേളത്തിൽ മുങ്ങി ഗുരുവായൂർ ക്ഷേത്രനട. ഗുരുവായൂർ ക്ഷേത്രനട ഞായറാഴ്ച കല്യാണക്കാരുടേതായി. മൊത്തം 334 വിവാഹങ്ങളാണ് നടന്നത്. പുലർച്ചെ 4 മുതൽ ഉച്ചയ്ക്ക് 12:30 വരെയായിരുന്നു കല്യാണങ്ങൾ. ഗുരുവായൂരിന്റെ ചരിത്രത്തിൽ ആദ്യമായാണ് ഇത്രയധികം കല്യാണങ്ങൾ. 354 എണ്ണം ഷീട്ടാക്കിയിരുന്നു. പുലർച്ചെ 4 മുതൽ വിവാഹങ്ങൾ ആരംഭിച്ചു. സാധാരണ രാവിലെ 5 മുതലാണ് കല്യാണങ്ങൾ ആരംഭിക്കാറ്. എണ്ണം കൂടിയതിനാലാണ് പുലർച്ചെ 4 മുതലാക്കിയത്. 6 മണ്ഡപങ്ങളിലായി താലികെട്ട് നടന്നു. നിലവിൽ 4 മണ്ഡപങ്ങളാണ് ഉള്ളതെങ്കിലും തിരക്ക് കാരണം 6 എണ്ണം ആക്കുകയായിരുന്നു. കല്യാണ സംഘങ്ങളെ ആദ്യം തെക്കേ നടയിൽ പന്തലിലേക്ക് പ്രവേശിപ്പിച്ചു. അവിടെ നിന്ന് ടോക്കൺ നൽകി. വധൂവരന്മാരും ബന്ധുക്കളും ഫോട്ടോഗ്രാഫർമാരും ഉൾപ്പെടെ 24 പേരെ ഊഴമനുസരിച്ച് മണ്ഡപങ്ങളിലേക്ക് വിട്ടു. താലികെട്ടിന് 5 മിനിറ്റ് ആയിരുന്നു സമയം. ഒരേ സമയം 6 മണ്ഡപങ്ങളിലും കല്യാണങ്ങൾ നടന്നു. താലികെട്ട് കഴിഞ്ഞ് വധൂവരന്മാർക്ക് ദീപസ്തംഭത്തിന് മുന്നിൽ 1 മിനിറ്റ് തൊഴാനുള്ള അവസരവും നൽകി. ആദ്യത്തെ 1 മണിക്കൂറിനുള്ളിൽ 49 കല്യാണങ്ങൾ നടന്നു. രാവിലെ 8-നുള്ളിൽ 185 എണ്ണം കഴിഞ്ഞു. രാവിലെ 8:15 മുതൽ 9 വരെ പന്തീരടി പൂജയ്ക്കും 11:30 മുതൽ 12:30 വരെ നിവേദ്യത്തിനും ക്ഷേത്രനട അടച്ച നേരം കല്യാണങ്ങൾ ഉണ്ടായില്ല. എന്നാൽ 11 ആകുമ്പോഴേക്കും 320 കല്യാണങ്ങൾ നടന്നിരുന്നു. ഗുരുവായൂർ ദേവസ്വവും പോലീസും ചേർന്നുള്ള കൃത്യമായ മുന്നൊരുക്കവും ആസൂത്രണവും കാരണം ഇത്രയും കല്യാണങ്ങൾ സുഗമമായി നടത്താനായി. ദേവസ്വം ചെയർമാൻ ഡോക്ടർ വി.കെ. വിജയൻ, അഡ്മിനിസ്ട്രേറ്റർ കെ.പി. വിനയൻ, ഗുരുവായൂർ എ.സി.പി. ടി.പി. സിനോജ് എന്നിവർ മുഴുവൻ സമയവും ക്ഷേത്രനടയിൽ മേൽനോട്ടത്തിനുണ്ടായി. 100 പോലീസുകാർ, ദേവസ്വത്തിന് 50 സെക്യൂരിറ്റി ഉദ്യോഗസ്ഥർ, ദേവസ്വം ജീവനക്കാർ എന്നിവരും യോജിച്ച് പ്രവർത്തിച്ചു. കൂടാതെ ക്രമീകരണങ്ങൾക്കായി ഗുരുവായൂർ നഗരസഭയുടെ സജീവ ഇടപെടലും ഉണ്ടായി. വിവാഹ രജിസ്ട്രേഷന് പ്രത്യേകമായ സൗകര്യങ്ങളും ഒരുക്കി. ക്ഷേത്രത്തിൽ ഞായറാഴ്ച ഉച്ചവരെ ദർശനത്തിന് തിരക്ക് നന്നേ കുറവായിരുന്നു.